ഞാനൊറ്റ സംഭവം പറയാം. ഫുലാലത്ത് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹിജ്റയുടെ 8ാമത്തെ വർഷം അയാള് ഇസ്ലാം മതം വിശ്വസിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയിലേക്ക് തിരിച്ചു വന്നുവല്ലോ 8ാമത്തെ വർഷം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയുണ്ട് എന്നറിഞ്ഞപ്പോ അദ്ദേഹം മക്കയിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പോവാൻ, ഇസ്ലാം മതം വിശ്വസിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ഇസ്ലാം മതം വിശ്വസിച്ചു, ഷഹാദത്ത് ചൊല്ലി. അദ്ദേഹത്തിന് ഒരു കാമുകിയുണ്ടായിരുന്നു, അദ്ദേഹം പ്രേമിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവിടെ അറബികൾക്ക് അങ്ങനെയൊക്കെ ഒരു സംസ്കാരങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അവരെയൊക്കെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ചെടുത്തത്. അങ്ങനെ അദ്ദേഹം മക്കയിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കാമുകി വഴിയിൽ കാത്തിരുന്നു കൊണ്ട് പറയാം, ആ സ്ത്രീ പറഞ്ഞു, ഹലുമ്മ, താങ്കളൊന്നിങ്ങോട്ട് ഇരുവരൂ, നമുക്ക് അല്പമൊന്ന് സംസാരിച്ചിരിക്കാം എന്ന് തന്റെ കാമുകി വിളിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്ന്. പാടില്ല, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നീ കണ്ട ഖുലാലത്തല്ല ഇപ്പോൾ. ഞാൻ അങ്ങോട്ട് പോയല്ലോ, ആ സമയത്ത് നീ കണ്ട ഖുലാലത്തല്ല ഇപ്പോൾ. തിരിച്ചു വരുന്നത് വേറെ ഒരു ഖുലാലത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ ഒരു പ്രഖ്യാപനം നടത്തി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി. ഞാൻ നേരത്തെയുള്ള ഖുലാലത്തല്ല. ഈ ഇസ്ലാം നിന്നോട് ഇനി ഒരു സംസാരം വിലക്കിയിരിക്കുന്നു, എനിക്കത് പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതാനും മണിക്കൂറുകൾ കൊണ്ടുള്ള ഒരു മാറ്റം, ഏതാനും മണിക്കൂറുകൾ കൊണ്ടുള്ള ഒരു മാറ്റമാണ് ആ മനുഷ്യനുണ്ടാക്കിയെടുത്തതെങ്കിൽ ഞാൻ ആലോചിക്കണം, 19 വർഷമായി ഞാൻ ജീവിച്ചു പോരുന്നു, ഒരു 40 വർഷമായി ഞാൻ ഖുർആൻ മനസ്സിലാക്കുന്നു, എന്നിട്ട് എന്ത് മാറ്റമാണ് എന്നിൽ ഉണ്ടായത് എന്ന് ഞാൻ ആലോചിക്കണം. ഞാനൊരു കാര്യവും കൂടി പങ്കുവെച്ചോട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച വയനാട്ടിൽ വെച്ചൊരു ഖുർആൻ സമ്മേളനം നടത്തിയപ്പോൾ അവിടെ വെച്ച് ഒരു ടീച്ചർ, അമുസ്ലിം സഹോദരിയായ ഒരു ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഞാൻ ഈ പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയുമായി പിണങ്ങി നിൽക്കുമ്പോഴേ അമ്മയോട് ഛേ എന്നുള്ള വാക്ക് പറയരുത് എന്ന് ഈ ഖുർആനിൽ ഞാൻ വായിച്ചപ്പോഴേ അകന്നു നിൽക്കുന്ന അമ്മയുമായി അടുത്തു നിന്ന് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് ഈ ഖുർആനാണ് എന്നൊരു അമുസ്ലിം സഹോദരി പതിനായിരങ്ങളെ സാക്ഷി നിർത്തി പറയുമ്പോൾ എത്ര കാലമായി ഇതുപോലെയുള്ള ഒരുപാട് ആയത്തുകൾ നമ്മളിങ്ങനെ വായിച്ചു പോകുന്നു. നമ്മളൊന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം, എന്തൊരു മാറ്റമാണ് എന്നിൽ ഈ ഖുർആൻ ഉണ്ടാക്കിയത്, എന്നിൽ ഈ ഇസ്ലാം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ആലോചിക്കണം. മാറ്റം ഉണ്ടാക്കണ്ടേ പ്രിയപ്പെട്ടവരുണ്ടാക്കണം. ഞാൻ മറ്റൊരു സംഭവം കൂടി പറയാം, ഒരു കാര്യവും കൂടി ഞാൻ പറയാം. അമേരിക്കയിൽ ഒരു പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞു, ലോകത്ത് എവിടെയെങ്കിലും നാളെ വലിയൊരു അത്യാഹിതം സംഭവിക്കാൻ പോകുന്നു. നിങ്ങളൊന്ന് സങ്കല്പിക്കണം. അത് ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തു. പത്രങ്ങള് വലിയ അക്ഷരത്തിൽ അത് അച്ചു നിരത്തി. വലിയ സംഭവമായി ലോകമെടുത്തത്. ഇവിടെ നമ്മുടെ നിലപാടെന്തായിരിക്കും? പടച്ചോനെ, എൻ്റെ രാജ്യത്ത് ഇതുണ്ടാകരുത്, ഇനി എൻ്റെ രാജ്യത്തുണ്ടാകുക തന്നെ എൻ്റെ സംസ്ഥാനത്തുണ്ടാകരുത്, എൻ്റെ കേരളത്തിൽ ഉണ്ടാകരുത്. ഇനി എൻ്റെ കേരളത്തിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിലും എൻ്റെ കോഴിക്കോട് ജില്ലയിൽ അത് ഉണ്ടാകരുത് റബ്ബേ. നമ്മുടെ നിലപാടാണത്. ഇനി എൻ്റെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാവുകയാണെങ്കിലും വടകര താലൂക്കിൽ അത് ഉണ്ടാക്കരുത്. അവിടെ ഉണ്ടായാലും എൻ്റെ വേളത്തത് ഉണ്ടാക്കരുത്.
ഇനി വേളത്തെവിടെയെങ്കിലും ഉണ്ടായാലും എൻ്റെ വാർഡിൽ, എൻ്റെ പ്രദേശത്ത് നീ ഉണ്ടാക്കരുത്. ഇനി എൻ്റെ പ്രദേശത്ത് അത്യാഹിതം ഉണ്ടായാലും എൻ്റെ വീട്ടില്, എൻ്റെ കുടുംബത്തില്, എന്നിൽ അത് പതിപ്പിക്കരുത്, ഉണ്ടാക്കരുത് എന്നുള്ള ഒരു നിലപാടായിരിക്കും, ഒരു മൈൻഡായിരിക്കും നമുക്കുണ്ടാവുക. അത് നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ, എന്തത്യാഹിതമാകട്ടെ, അത് നമുക്ക് ഏൽക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതല്, എന്തൊക്കെ ജാഗ്രതകളുണ്ടോ അതെല്ലാം നമ്മൾ പാലിക്കും. അവിടെ മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയിൽ എവിടെയോ നിൽക്കുന്ന ഒരു പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ് പറഞ്ഞത്. അത് തെറ്റാം, ഉണ്ടാകാം, പക്ഷേ തെറ്റുപറ്റാത്ത കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പടച്ചോ നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഖുദൂ ഹിദ്റക്കും, നിങ്ങൾ ജാഗ്രത പുലർത്തണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തിസ് സാഅത്തി ശൈഉൻ അദീം, ഇതാ ഈ ഭൂമി ഒരു കിടുകിട വിറക്കലിന് വിധേയമാകും, ഇത് നശിച്ചു പോകും. എന്നിട്ട് അതിന്റെ ശേഷം പടച്ചോൻ പറയുന്നത്, മുലയൂട്ടുന്ന സ്ത്രീകള്, ഗർഭിണികളായ സ്ത്രീകൾ പോലും പ്രസവിച്ചു പോകുന്ന ഭയങ്കരമായ ഒരു സംഭവമായിരിക്കും അത്. ഖിയാമത്ത് നാളിനെ പറ്റിയിട്ട് ചിന്തിച്ചു എപ്പോഴെങ്കിലും? നിങ്ങൾ പടച്ചോനിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്, എല്ലാവർക്കും ഉണ്ടത്. ഒരുപാട് ആൾക്കാരെ നമ്മൾ മറമാടി, മണ്ണിന്റെ അടിയിൽ മറമാടി തിരിച്ചു വന്നവരാണ് നമ്മൾ. അതുപോലെ ഒരു ദിവസം നിങ്ങൾക്കുമുണ്ട്, ആ ദിവസം നിങ്ങൾ സൂക്ഷിക്കണേ. വല്ല ജാഗ്രതയും ആ വിഷയത്തിൽ നമ്മൾ പാലിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണ്ടേ? اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ പടച്ചോന്റെ മുന്നിൽ കണക്ക് പറയുമ്പോ നമ്മുടെ നാവിന് സീലി വെച്ചിട്ട്, കൈകൾ സംസാരിച്ചിട്ട്, കാലുകൾ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസത്തെ പറ്റി പടച്ചോൻ പറഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തിൽ ആ ദിവസത്തെ പറ്റി എപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത്? ഓർക്കണ്ടേ? നമ്മൾ എന്തെങ്കിലും തിന്മയിലേക്ക് അകപ്പെടുമ്പോൾ, നമസ്കാരം ഒഴിവാക്കുമ്പോൾ നമ്മളത് ആലോചിച്ചോ? ലഹരി ഉപയോഗിക്കുന്നവര് ആ സമയത്ത് അത് ആലോചിച്ചിട്ടുണ്ടോ? പലിശ വാങ്ങുമ്പോൾ അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവിഹിതമായ സമ്പാദ്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ കൈയാണ് സംസാരിക്കുക, എൻ്റെ കാലാണ് സാക്ഷി നിൽക്കുക എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ. നേരത്തെ അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്റെ ആ മുന്നറിയിപ്പ് ഭയപ്പെട്ട നമ്മൾ പടച്ചവന്റെ മുന്നറിയിപ്പ് പരിഗണിക്കാൻ പോലും നമുക്ക് മനസ്സുണ്ടായില്ലല്ലോ. നമ്മൾ ആലോചിക്കണ്ടേ പ്രിയപ്പെട്ടവര്? മാറ്റം വരണ്ടേ നമുക്ക്? ചിലർക്കൊക്കെ ധാരണ ഉണ്ട്, മുസ്ലിം ആയാൽ മതി, പേര് ഇസ്ലാം ID ഉണ്ടായാൽ മതി, ആധാർ കാർഡ് മുസ്ലിമിന്റെ പേരുണ്ടായാൽ മതി, അതുപോലെ ഇലക്ഷൻ കാർഡ് മുസ്ലിമിന്റെ പേരുണ്ടായാൽ മതി, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ മതി, സ്വർഗം ഉറപ്പാണ്. അങ്ങനെയൊക്കെ ധാരണയുണ്ട്. പക്ഷെ അതൊന്നും പോരാ. യഥാർത്ഥത്തിൽ വിശ്വാസിയാണെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പുറത്തുള്ളവർ അങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കിയത്. നമ്മുടെ ധാരണ നമുക്കൊരു ID ഉണ്ടായാൽ മതി എന്നതാണ്. നിങ്ങളറിയോ, ഒരു സംഭവം കൂടി ഞാൻ പങ്കുവെക്കാം. യമാമയിൽ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആഴ്ത്ത എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഇസ്ലാം മതം വിശ്വസിക്കാൻ വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ടു. ഈ ആഴ്ത്ത എന്നുള്ള മനുഷ്യൻ മദീനയിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ മക്കയിൽ നിന്ന് ഖുറൈശികളായ ആൾക്കാർ മദീനയുടെ ബോർഡറിൽ ചെന്നുകൊണ്ട് ആഴ്ത്തയെ തടഞ്ഞു. നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? ഞാൻ മുസ്ലിം ആകാൻ പോവുകയാണ്. ഇസ്ലാം ബഹുദൈവ ആരാധന വിരോധിക്കുന്ന മതമാണ്, നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയോ? അയാൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് പ്രശ്നമല്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുസ്ലിം ആകാൻ പോകുന്നത്. രണ്ടാമത് അവര് പറഞ്ഞു, ഇസ്ലാം വ്യഭിചാരം നിഷിദ്ധമാക്കിയ, സ്ത്രീ പുരുഷ ബന്ധം നിഷിദ്ധമാക്കിയ മതമാണ്, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയോ? അതൊന്നും എനിക്ക് പ്രശ്നേ അല്ല, അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പലിശയും ചൂതാട്ടവും നിഷിദ്ധമാക്കിയ മതമാണ്, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയോ? ഞാനത് ഉൾക്കൊള്ളുന്നു, ഞാനത് ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, മദ്യപാനം ഹറാമാണ് കേട്ടോ, മദ്യപാനം നിഷിദ്ധ, ലഹരി ഉപയോഗിക്കാൻ പാടില്ല ഇസ്ലാമിന്. അയാള് ഒന്ന് ആലോചിച്ചു, ശരിയാണ്, അദ്ദേഹം മുഴുക്കുടിയനാണ്, ലഹരി എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്.
അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ഏതായാലും ഇപ്പം പോകുന്നില്ല. ഇസ്ലാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കാൻ പറ്റൂല, അത് ഇസ്ലാം നിഷിദ്ധമായി. ഞാൻ ഈ ഒരു വർഷം നന്നായിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് അടുത്ത വർഷം ഞാൻ മുസ്ലിം ആകാൻ പോവുകയാണ്. അയാളെ തീരുമാനം ശരിയോ തെറ്റോ എന്നല്ല, പക്ഷെ അയാൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു കാര്യം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ മനസ്സിലാക്കിയത് ഇസ്ലാം ഒരു അടക്കവും ചിട്ടയുമുള്ള മതമാണ്, ഒരു നിയമവും വ്യവസ്ഥയുമുള്ള മതമാണ്. ആ മതത്തിലേക്ക് ചെന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും അനുവദനീയമല്ല, ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. പക്ഷേ ഈ ഒരു ബോധം നമ്മുടെ യുവതലമുറക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളതിൽ എത്ര വിഷമിക്കേണ്ടതുണ്ട്, എത്ര പ്രയാസപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നു, ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ ജനങ്ങളോട് നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പരിപൂർണമായി കൊണ്ട് ഇസ്ലാമിലേക്ക് വരണം. നിങ്ങൾ ഇസ്ലാം എന്തൊക്കെ നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാകണം. എന്തൊക്കെ ഇസ്ലാം നിഷിദ്ധമായി പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റി നിർത്തണം. നിങ്ങൾ പിശാചിന്റെ മാർഗം അവലംബിക്കരുത്. കാരണം ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ ശത്രുവാണ്. ആ പിശാചിന്റെ